ചിറ്റിലപ്പള്ളി, അങ്ങേക്ക് 7 മിനിറ്റ്. സാർ, ഞാൻ ഈ ബഡ്ജറ്റിനെ എതിർക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ തൊട്ട് മുമ്പ് അന്നത്തെ പ്രതിപക്ഷ നേതാവും ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുമായ ശ്രീ വി.ഡി. സതീശൻ ചാർട്ട് ചെയ്ത വിമാനത്തിൽ എന്തിനാണ് കർണാടകയിലേക്ക് പോയത് അല്ലെങ്കിൽ മംഗലാപുരത്തേക്ക് പോയത് എന്ന് അദ്ദേഹം ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. പത്രക്കാർ അദ്ദേഹത്തിനോട് ചോദിച്ചു എന്തിനാണ് അങ്ങ് പോയത്. അപ്പം അദ്ദേഹം പറഞ്ഞത് അത് വ്യക്തിപരമായ കാര്യമാണ്, നിങ്ങൾ അതിലൊന്നും ഇടപെടേണ്ട കാര്യമില്ല. സാർ, അത് വ്യക്തിപരമായ കാര്യമല്ലാതെയാകുന്നത് ഈ ബജറ്റ് വന്നപ്പോഴാണ്. ഈ ബജറ്റിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, അദ്ദേഹം എന്തുകൊണ്ടാണ് ഈ ധനകാര്യ വകുപ്പ് ഏറ്റെടുത്തത്, വലിയ നേതാക്കന്മാരെ, സ്വാധീനമുള്ള നേതാക്കന്മാരെ വെട്ടി എങ്ങനെ മുഖ്യമന്ത്രിയായി, ഇതിൻ്റെയൊക്കെ വഴികൾ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം തുറമുഖ വകുപ്പിൻ്റെ കൂടി ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട്. അത് അദാനിയുമായുള്ള ഒരു ഡീലാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ സമുദ്ര മിഷൻ എന്നാണ് ആമുഖത്തിന് ശേഷം തന്നെ പറയുന്നത്. അപൂർവ ധാതുക്കളുടെ ഖനനവുമായി ബന്ധപ്പെട്ട കോറിഡോർ പദ്ധതി, ഇതൊന്ന് നന്നായി വായിച്ചാൽ പൊതുമുതൽ സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്നതിനുള്ള പദ്ധതിയാണ് ഈ ബഡ്ജറ്റിലുടനീളം എന്ന് നമുക്ക് മനസ്സിലാവും. അല്ല, മറ്റൊന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നമ്മുടെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ സംരക്ഷിച്ച് നിർത്തുകയാണ്. അപ്പൊ അദ്ദേഹത്തെ മാധ്യമങ്ങൾ സംരക്ഷിച്ച് നിർത്തുമ്പോൾ അദ്ദേഹം പറയുന്നത് ഈ നിങ്ങളെ പുറത്താക്കിയിട്ട് ഞാൻ വാതിലടയ്ക്കും. അപ്പൊ ഈ പുറത്താക്കിയിട്ട് വാതിലടയ്ക്കുമെന്ന് പറയുന്നത് ഉന്തിത്തള്ളി പുറത്താക്കലാണോ പത്രക്കാരെ, അതോ സാധാരണ നിലയിൽ പുറത്താക്കുകയാണോ, അതോ പുറത്തേക്ക് കിടക്കണമെന്ന് പറയുകയാണ്? അപ്പൊ നമ്മുടെ പത്രക്കാര് അതൊന്നും ആ രീതിയിൽ പറയുന്നില്ല എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ ഇവിടെ വി.ഡി. മോഡി അദാനി ഡീലാണ് നടക്കുന്നത് എന്നതാണ് ഈ ബഡ്ജറ്റിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. മൈനിങ് വകുപ്പ് ബഹുമാനപ്പെട്ട മന്ത്രി കുഞ്ഞാലിക്കുട്ടി സാഹിബിനാണ്. ഈ ഡീലിനെ കുറിച്ച് അദ്ദേഹം അറിഞ്ഞിട്ടുണ്ടോ എന്നുകൂടി അദ്ദേഹം ഒന്ന് വ്യക്തമാക്കുന്നത് നല്ലതാണ്. ഇത് ഇന്ദിരാ ഗ്യാരണ്ടി അല്ല, അദാനി ഗ്യാരണ്ടിയാണ് എന്നതാണ്. ഇപ്പൊ മദ്യത്തിന്റെ കാര്യത്തില് രാവിലെ അടിയന്തര പ്രമേയം നിഷേധിച്ചതുകൊണ്ട് ആ പ്രശ്നം അങ്ങനെ അവസാനിക്കാൻ പോകുന്നില്ല. കാരണം മുഖ്യമന്ത്രിയെ റെക്കമെൻഡ് ചെയ്ത ശ്രീ വി.എൻ. സുധീരൻ തന്നെ അദ്ദേഹത്തിനെതിരായി ഇപ്പൊ കത്തെഴുതിയിരിക്കുകയാണ്. ഐക്യ കേരളത്തിൽ ഒന്നാമത്തെ മന്ത്രിസഭ അംഗീകരിച്ചത് കേരളത്തിലെ പാവപ്പെട്ടവർക്ക് ഭൂമി നൽകാനുള്ള ഭൂപരിഷ്കരണമാണ്. എന്നാൽ ഈ ബഡ്ജറ്റിലെ രണ്ടാം ഭൂപരിഷ്കരണം വൻകിട കോർപ്പറേറ്റുകൾക്ക് കേരളത്തിന്റെ ഭൂമി തീരെഴുതാൻ വേണ്ടിയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. ഇവിടെ സ്പെഷ്യൽ എക്കണോമിക് സോൺ എന്ന ഒരു പേര് പറയുകയുണ്ടായി. അതൊരു പുതിയ അവതാരമാണ്. അത് നേരത്തെ ഗുജറാത്തില് ശ്രീ നരേന്ദ്രമോദി മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണെന്നും അദ്ദേഹം മുതലാളിമാരെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഗുജറാത്തിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം രൂപപ്പെടുത്തിയ പല പദ്ധതികളിലൊന്നാണെന്നും ബഹുമാനപ്പെട്ട കുഞ്ഞാലിക്കുട്ടി സാഹിബ് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുകൂടി ഈ അവസരത്തിൽ ചോദിക്കുകയാണ്. ഇവിടെ ഗാന്ധിജിയുടെ ആശയങ്ങളെക്കുറിച്ച്, നെഹ്റുവിൻ്റെ ആശയങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ആ ആശയങ്ങളൊക്കെ കാലഹരണപ്പെട്ടു എന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത്. ഇവിടെ ഗുജറാത്ത് മുതലാളിമാരുമായി ചങ്ങാത്തം കൂടുന്നു, ചാർട്ടേഡ് വിമാനത്തിൽ പോയി രഹസ്യ സംഭാഷണം നടത്തുന്നു, കേരളത്തിൽ ഗുജറാത്തിലെ നിയമങ്ങളെ ഇറക്കുമതി ചെയ്യുന്നു. ഇതിലും വലിയ അത്ഭുതമൊന്നും ഈ ബഡ്ജറ്റിലില്ല സാർ. ഇക്കാര്യത്തില് നമ്മുടെ വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെ കൂടി അഭിപ്രായം അറിയണം എന്നുണ്ട്. ഇന്നലെ ഈ KSRTC ബസ്സിലെ സൗജന്യ യാത്രയുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച ഉയർന്നു വന്നു. ആ ചർച്ച ഉയർന്നു വന്നപ്പോൾ നമ്മുടെ ചേലക്കര അംഗത്തിനോട് വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായി. ഞങ്ങൾക്ക് പറയാനുള്ളത്, മാധ്യമങ്ങളിൽ വന്നതാണ്, തിരുവനന്തപുരത്തെ ഓർഡിനറി ബസ്സുകൾക്കൊക്കെ തന്നെ സിറ്റി ഫാസ്റ്റ് എന്ന സ്റ്റിക്കർ ഒട്ടിക്കുന്നത് ഞങ്ങൾ മാധ്യമങ്ങളിൽ കണ്ടതാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രിയുണ്ട്, അദ്ദേഹത്തിനോടൊപ്പം കുറച്ച് MLA മാരെ ചേർത്ത് തിരുവനന്തപുരത്തെ നമ്മുടെ KSRTC സ്റ്റേഷനിൽ ഒന്ന് പോയിട്ട്
എന്താണ് അവസ്ഥ എന്ന് പരിശോധിക്കാൻ ഞാൻ വെല്ലുവിളിക്കൊന്നല്ല, ഒരു പരിപാടി അങ്ങ് ഉണ്ടാക്കണം. കാരണം എന്താ വെച്ചാൽ മാധ്യമപ്രവർത്തകരെ കൂടി ഒന്ന് കൂട്ടണം. അവരാണിത് പുറത്തു കൊണ്ടുവന്നത്. നേരത്തെ എത്ര ഓർഡിനറി ഉണ്ടായിരുന്നു, ഇപ്പോൾ എത്ര അത് സിറ്റി ഫാസ്റ്റ് ആക്കിയതിൻ്റെ ഒരു കണക്ക് വരുന്നത് നന്നാവും എന്നതാണ്. 30 ദിവസത്തിനകം 87 പേർക്ക് പനി എന്ന് മുൻ ആരോഗ്യമന്ത്രി പറഞ്ഞപ്പോൾ ആ ആരോഗ്യമന്ത്രിയോട് പത്രക്കാരൻ്റെ ചോദ്യത്തിനോടുള്ള പ്രതികരണം ധാർഷ്ട്യമില്ലായ്മയാണ് എന്ന് ഞങ്ങൾക്ക് തോന്നിയില്ല. ഒരു കാര്യം മനസ്സിലാക്കണം, 7 തവണ ജനങ്ങൾ വീട്ടിലിരുത്തിയതാണ്. വടക്കാഞ്ചേരിക്കാരും തൃശ്ശൂരിലെ കോൺഗ്രസ്സുകാരും വീട്ടിലിരുത്തിയെന്ന് അദ്ദേഹത്തിന് പരാതിയുള്ളതാണ്. ഞാൻ വിശദാംശങ്ങളിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞതല്ല. മറ്റൊന്ന്, ഈ വേഷം എന്ന സിനിമയിലെ മമ്മൂട്ടിയുടെ ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹമാണ് അതിലെ പ്രധാന കഥാപാത്രം. ഒപ്പം തന്നെ ഇന്നസെന്റും ഉണ്ട്. അപ്പൊ പുറകിൽ നിന്നിട്ട് ഈ ജഗതി ഇടയ്ക്കിടയ്ക്ക് ഒരു ആക്ഷൻ കാണിക്കും. അപ്പൊ ഇന്നസെന്റ് തിരിഞ്ഞു നോക്കുമ്പോ അല്ല എന്താ നോക്കണേ, അല്ല ആക്ഷൻ ഒന്നൊന്ന് നോക്കിയതാണ്, ആക്കിയിട്ടുള്ള ഒരു ചിരി. ആ ചിരിയുടെ പേരാണ് പൂക്കി ചിരി. ഇപ്പൊ പൂക്കി ചിരിയുടെ പേര് കുട്ടികൾ പറയണത് തേച്ച് പൂക്കി ചിരി എന്നാണ്. എന്ന് പറഞ്ഞാൽ അവരെ തേച്ചു. അവരെ സംബന്ധിച്ചിടത്തോളം അവർ വാഹനങ്ങളിൽ ഒരു മോഡിഫിക്കേഷൻ വരുത്താൻ കഴിയും എന്ന ധാരണയിലായിരുന്നു. അപ്പൊ ആ ധാരണ, ഞങ്ങളുടെ നാട്ടിൽ വേറൊരു ചൊല്ലുണ്ട്, ഉത്തരത്തിൽ മുട്ടുമ്പോ കൊഞ്ഞനം കുത്തുക എന്നുള്ളത്. അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. പൂക്കി ചിരിക്ക് നമുക്ക് എന്ത് പേര് വേണമെങ്കിലും ഇടാം എന്നാണ് അത് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഖജനാവിലെ സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് ധവളപത്രം വഴി പറയാം. അപ്പൊ ഖജനാവിനകത്ത് ഒരു സാമ്പത്തിക വർഷം അവസാനിക്കുമ്പോൾ സ്വാഭാവികമായും അതിനകത്ത് ഇത്ര രൂപ ബാക്കിയുണ്ട്. അത് അടുത്ത ഗവൺമെന്റിന് XY പ്രവർത്തിക്കാനുള്ളതാണെന്ന് അറിയാത്തവരെല്ലാവരും. അപ്പൊ വലിയൊരു തത്വശാസ്ത്രം, പോക്കറ്റിൽ പണമുണ്ട്, ജീവനക്കാർ അത് പത്രക്കാർക്കും പാലുകാർക്കും കൊടുക്കാതെ സംരക്ഷിക്കുന്നു. സുഹൃത്ത്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് കുറച്ച് സമയം കൂടി, ചെറിയ കാര്യം പറയാം, കൂടി ആദ്യത്തെ പ്രസംഗമല്ലേ സാർ. അപ്പോ കുറച്ച് സമയം ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ, ജീവനക്കാരന്റെ വീട്ടിലൊരു അത്യാപത്ത് ഉണ്ടായാൽ സ്വാഭാവികമാണല്ലോ ഒരാൾ മരിക്കുക അല്ലെങ്കിൽ വേറൊരു അത്യാപത്ത്. അപ്പൊ ആ പണം കുറേശ്ശെ അതിന് ചെലവാകും. അപ്പോൾ കുറച്ചൊക്കെ കടം നിർത്തും. അങ്ങനെ കടം നിർത്തുന്നത് എന്തുകൊണ്ടാ? സ്വാഭാവികമായിട്ടും അത് കിട്ടുമ്പോ അല്ലെങ്കിൽ ശമ്പളം വീണ്ടും കിട്ടുന്ന ഉറപ്പുള്ളത് കൊണ്ട് പാലുകാരനും പത്രക്കാരനും ഒക്കെ അത് അനുസരിക്കും. അപ്പൊ വലിയ തത്വശാസ്ത്രം അവതരിപ്പിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കേരളം മഹാപ്രളയങ്ങളെ നേരിട്ടു. ഈ കേരളം നേരിട്ടത് പിന്നെ കോവിഡിനെ നേരിട്ടു. ഈ കേരളം ഒട്ടേറെ പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടു. ഈ നേരിടലുകൾക്കെല്ലാം തന്നെ ഈ കേരളം ആരോടും ഒന്നും ചോദിക്കാതെ അതിനെ നേരിട്ടതാണ് ഈ കേരളം എന്നുകൂടി കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ കണക്കുകളുടെ ജാലവിദ്യ കൊണ്ട് ധവളപത്രം എന്ന ഉമ്മാക്കി ജനങ്ങൾക്ക് നേരെ നീട്ടി ഈ കേരളത്തെ വിൽപ്പന നീക്കം എന്ത് വില കൊടുത്തും സമര കേരളം ചെറുക്കും എന്നതാണ് ഈ ബഡ്ജറ്റിനെതിരായി ഞങ്ങൾക്ക് പറയാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.